ചെറുപ്പം തൊട്ടേ കള്ളൻ എന്ന പേര് സ്വന്തമാക്കിയവൻ, ഭൂതകാലം മറച്ചുവെച്ച് ആംഡ് ഫോഴ്സിൽ ജോലിയിൽ കയറിയ സമർത്ഥൻ, സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ അവരൊച്ച വെക്കാതിരിക്കാൻ കഴുത്ത് വെട്ടിക്കീറുന്ന ക്രൂരൻ, പീഡിപ്പിച്ച സ്ത്രീകളുടെ അടിവസ്ത്രം സൂക്ഷിച്ചു വെക്കുന്ന വികൃതമായ വിനോദമുള്ളവൻ. അങ്ങനെ വിശേഷണങ്ങൾ പലതാണ് ഉമേഷ് റെഡ്ഡിക്ക്. നിയമത്തിന്റെ മുന്നിൽ നിന്ന് ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും തന്റെ ക്രൂരതകൾ ഒരു മടിയും കൂടാതെ വീണ്ടും തുടരുമായിരുന്നു ഉമേഷ് റെഡ്ഡി. പോലീസ് റെക്കോർഡ് പ്രകാരം ഉമേഷ് 18 സ്ത്രീകളെ കൊലപ്പെടുത്തുകയും 20ഓളം സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതായും പറയപ്പെടുന്നു. എന്നാൽ ശരിയായ കണക്കുകൾ ഇതിന് മുകളിൽ പോകാനാണ് സാധ്യത. കാരണം പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ സ്ത്രീകളുടെ 300ഓളം അടിവസ്ത്രങ്ങൾ ഇയാളുടെ മുറിയിൽ നിന്നും കണ്ടെടുത്തിരുന്നു. ഡിസംബർ 7 കർണാടകയിലെ ചിത്രദുർഗ ഗ്രാമത്തിൽ നിന്നും പല്ലവി എന്ന 17 വയസ്സുകാരിയെ കാണാതാകുന്നു. തലേന്ന് അരിമില്ലിലേക്ക് പോയ പല്ലവി മടങ്ങി വന്നില്ല. പല്ലവിക്കായി പോലീസ് അന്വേഷണം നടത്തുന്നു. എന്നാൽ പോലീസിന് അവളെ ജീവനോടെ കണ്ടെത്താൻ കഴിയുന്നില്ല. പകരം കാതും ചെവിയും അറുത്തെടുത്ത് ശരീരമാസകലം കടിച്ചു മുറിച്ച നിലയിലുള്ള അവളുടെ മൃതദേഹമായിരുന്നു പോലീസിന് ലഭിച്ചത്. അതിക്രൂരമായ പീഡനത്തിനിരയായ ശേഷം പല്ലവിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു എന്നായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. കൊലപാതക വാർത്ത ആ കൊച്ചു ഗ്രാമത്തിൽ കാട്ടുതീ പോലെ പടരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമായി നടന്നെങ്കിലും കാര്യമായ തെളിവുകളൊന്നും അവർക്ക് ലഭിച്ചില്ല. ഇതിനിടെയാണ് ഗ്രാമത്തിൽ ഈ കേസിന് സമാനമായ മറ്റൊരു സംഭവം നാട്ടുകാർ പോലീസിനെ അറിയിക്കുന്നത്. ഗ്രാമത്തിലെ ഗീത എന്ന പെൺകുട്ടിയെ ഒരാൾ ക്രൂരമായി ഉപദ്രവിക്കുകയും കുട്ടിയുടെ പിതാവ് ഇയാളിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. ആദ്യമൊക്കെ നടന്ന കാര്യം പറയാൻ ഇവർ മടിച്ചെങ്കിലും പിന്നീട് പല്ലവിക്ക് സംഭവിച്ച കാര്യം അറിഞ്ഞതോടെ ഇവർ എല്ലാം തുറന്നു പറയുന്നു. പല്ലവിയെ കൊലപ്പെടുത്തിയതിന് 3 ദിവസം മുൻപ്, അതായത് 1996 ഡിസംബർ 4 സംഭവം. അന്നേ ദിവസം ഗീതയും പിതാവും വീട്ടിലേക്ക് പോകുന്ന വഴി പിതാവ് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ കയറുന്നു. തുടർന്ന് മകളോട് വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇതനുസരിച്ച് മകൾ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുന്നു. ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു നീങ്ങുന്ന ഗീതയെ അക്രമി പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്നു. തുടർന്ന് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. തൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഗീത അയാളെ ചെറുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശക്തനായ ആക്രമി അവളുടെ കഴുത്ത് കൂടുതൽ വരിഞ്ഞു മുറുക്കുന്നു. കയ്യിൽ കിട്ടിയ ഒരു കല്ലുപയോഗിച്ച് അവൾ ആക്രമിയുടെ തലയിൽ ഇടിക്കുന്നു. അപ്രതീക്ഷിതമായ പ്രത്യാക്രമണത്തിൽ അക്രമി ഒന്ന് പതറുന്നു. വീണ്ടും ആക്രമിക്കാൻ ഒരുങ്ങുന്നതിനിടെ പിതാവ് ഓടിയെത്തുന്നത് കണ്ടതോടെ ഇയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. മാനക്കേട് ഭയന്ന് അവൾ അന്ന് പോലീസിൽ പരാതിപ്പെട്ടിരുന്നില്ല. ഗീതയുടെ തുടർന്നുള്ള വെളിപ്പെടുത്തലായിരുന്നു പോലീസുകാരെ ഞെട്ടിച്ചത്. അന്ന് രാത്രി എന്നെ ആക്രമിച്ചത് ഒരു പോലീസുകാരനാണ്. റിപ്പബ്ലിക് ഡേ പരേഡിൽ അന്ന് ഞാൻ അയാളെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ച് കണ്ടിരുന്നു. പരാതിപ്പെട്ടാൽ അയാൾ പിന്നെയും എന്നെ ഉപദ്രവിക്കുമെന്ന് കരുതി സാർ. ഇവിടെ നിന്നായിരുന്നു ഉമേഷ് റെഡ്ഡി എന്ന സീരിയൽ കില്ലറുടെ ക്രൂരതകൾ മറനീക്കി പുറത്തു വരുന്നത്. 1969 കർണാടകയിലെ ബാസപ്പ മലിഗെ എന്ന ഗ്രാമത്തിലാണ് ഉമേഷ് റെഡ്ഡിയുടെ ജനനം. റെഡ്ഡിയുടെ കുടുംബം താമസിച്ചിരുന്ന പ്രദേശത്ത് ജലസ്രോതസ്സുകൾ കുറവായിരുന്നു. അതിനാൽ ഏകദേശം 15 ഏക്കർ കൃഷിഭൂമി സ്വന്തമായി ഉണ്ടായിരുന്നിട്ടും സാമ്പത്തികമായി ഇവർ പിന്നാക്കമായിരുന്നു. സ്കൂൾ പഠനകാലത്ത് റെഡ്ഡി പുസ്തകങ്ങളും സ്റ്റേഷനറി സാധനങ്ങളും മോഷ്ടിക്കുമായിരുന്നു. പിന്നീടത് വളർന്ന് ഗ്രാമത്തിലെ ആടുകളെ മോഷ്ടിക്കുന്നത് വരെ എത്തി. ചെറിയ പ്രായത്തിൽ തന്നെ നാട്ടിൽ കള്ളൻ എന്ന പേര് വന്നതോടെ പിന്നീട് അധികകാലം ഉമേഷ് നാട്ടിൽ നിന്നില്ല. ബാംഗ്ലൂരിലേക്ക് നാടുവിട്ട ഉമേഷ് അവിടെ വെച്ച് CRPFിൽ ചേർന്നു. സേനയിൽ ചേർന്ന് അധികം വൈകാതെ അവിടെ ഉമേഷ് പ്രശ്നക്കാരനായി. കമാൻഡറുടെ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഉമേഷ് പിടിക്കപ്പെടുമെന്നായപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. തിരികെ ചിത്രദുർഗയിൽ മടങ്ങിയെത്തിയ ഉമേഷ് 1996 ജില്ലാ ആംഡ് റിസർവിൽ ചേരുന്നു. ഇവിടെ നിന്നാണ് ഉമേഷ് സീരിയൽ കില്ലറും സീരിയൽ റേപ്പിസ്റ്റുമായി പരിണമിക്കുന്നത്. കുറ്റകൃത്യങ്ങൾ നടപ്പാക്കുന്നതിനൊപ്പം അവയിൽ നിന്ന് തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ രക്ഷപ്പെടാനുള്ള കഴിവും ഉമേഷിനുണ്ടായിരുന്നു. സാധാരണ സീരിയൽ കില്ലറുടെ രീതികളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു ഉമേഷ്. രാത്രിയുടെ മറവിൽ കൊലപാതകവും ബലാത്സംഗവും ചെയ്യുന്നതിന് പകരം പകൽ വെളിച്ചത്തിലായിരുന്നു ഉമേഷിൻ്റെ നരനായാട്ട്. ഇയാൾ ലക്ഷ്യം വെച്ച സ്ത്രീകളെ ആക്രമിക്കുമ്പോൾ അവർ ഉച്ച വെക്കാതിരിക്കാൻ അവരുടെ കഴുത്ത് കീറി മുറിക്കും. പിന്നെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം അവരെ വിവസ്ത്രയായി ഉപേക്ഷിക്കും. മോഷണ ശ്രമങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവരിൽ നിന്നും സ്വർണവും പണവും അപഹരിക്കും. പലപ്പോഴും മോഷണങ്ങൾ നടക്കുന്നതിനിടയിൽ ഇയാൾ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ചിരുന്നു. വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെയായിരുന്നു ഉമേഷ് പ്രധാനമായും ലക്ഷ്യം വെക്കാറ്. കുറച്ചു കാലം അവരെ നിരീക്ഷിച്ച ശേഷം കുടിവെള്ളമോ വാടകയ്ക്ക് മുറിയോ ആവശ്യപ്പെട്ട് വീടുകളിലെത്തും. തുടർന്ന് ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെയായിരുന്നു ഉമേഷിൻ്റെ രീതി. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉമേഷ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കൊള്ളയടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇയാളുടെ ഇരകളിൽ ഭൂരിഭാഗവും കർണാടകയിൽ നിന്നുള്ളവരായിരുന്നു. പരാതികൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിൽ ഉമേഷ് റെഡ്ഡിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഉമേഷ് ജയിൽ ചാട്ടത്തിലും വിദഗ്ധനായിരുന്നു. കർണാടകയിലെ ഏറ്റവും വലുതും രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ ജയിലിലൊന്നായ ബെല്ലാരി ഹിൻഡാൽഗ എന്ന ജയിലിൽ നിന്നും ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ ഉമേഷ് രക്ഷപ്പെടുന്നു. അതിനുശേഷം
പോലീസ് അറസ്റ്റ് ചെയ്ത് ചിത്രദുർഗയിൽ നിന്നും ബെല്ലാരിയിലേക്ക് മാറ്റുന്നതിനിടെ റെഡ്ഡി പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുന്നു. ഇതിനുശേഷം റെഡ്ഡി ബംഗളൂരുവിലെ ഒരു ആദായനികുതി ഉദ്യോഗസ്ഥന്റെ ഭാര്യയെയും, അഹമ്മദാബാദിൽ ഒരു പെൺകുട്ടിയെയും, വഡോദരയിൽ 2 പെൺകുട്ടികളെയും, കർണാടകയിലെ തുംകുരു ജില്ലയിലെ കുനിനഗർ പട്ടണത്തിൽ ഒരു സ്ത്രീയെയും കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. 1999 ബംഗളൂരുവിനടുത്തുള്ള പീനിയിൽ 37 വയസ്സുള്ള ഒരു വിധവയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ വീണ്ടും അറസ്റ്റിലായി. മൊത്തത്തിൽ ഉമേഷ് 3 തവണ ജയിൽ ചാടിയിട്ടുണ്ട്. പല തവണയുള്ള ഉമേഷിന്റെ ജയിൽ ചാട്ടത്തിനൊടുവിൽ 2002 ബംഗളൂരുവിലെ യശ്വന്ത്പൂരിൽ വെച്ച് ഇയാൾ പിടിക്കപ്പെടുന്നു. 9 കേസുകളിൽ ഉമേഷ് റെഡ്ഡി വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. മതിയായ തെളിവുകളുടെ അഭാവത്തിൽ 11 കേസുകളിൽ നിന്ന് ഉമേഷിനെ കുറ്റവിമുക്തനാക്കി. 2006 ഒക്ടോബർ 26 ബംഗളൂരു സിറ്റി ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലെ ജഡ്ജി കെ സുകന്യ ഉമേഷിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ ഇതിനെതിരെ ഇയാൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയും വധശിക്ഷ ശരിവെച്ചതോടെ ഉമേഷ് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഉമേഷിന്റെ പ്രായവും മാനസിക നിലയും പരിഗണിച്ച് 2022 നവംബർ 4 സുപ്രീം കോടതി വധശിക്ഷ 30 വർഷത്തെ കഠിന തടവായി കുറച്ചു. പോലീസ് റെക്കോർഡ് പ്രകാരം ഉമേഷ് 18 സ്ത്രീകളെ കൊലപ്പെടുത്തുകയും 20ഓളം സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതായി പറയപ്പെടുന്നു. നാണക്കേടും മാനഹാനിയും ഭയന്ന് പരാതിപ്പെടാത്ത സ്ത്രീകൾ ഏറെയാണെന്നും റിപ്പോർട്ടുകളുണ്ട്.